കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ആദ്യത്തെ ദിവസം ഈ രണ്ടാമത്തെ സെഷനിൽ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവ് ഇന്ന് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യം. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവവചനത്തിന് മുമ്പാകെ നമ്മളായിരിക്കുമ്പോൾ കഴിഞ്ഞ പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചത് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ, പ്രാർത്ഥനയിൽ ജയം പ്രാപിക്കാൻ, ആത്മികമായ വിടുതൽ പ്രാപിക്കാൻ, നമ്മുടെ ഭൗതിക മണ്ഡലത്തിൽ നമുക്കൊരു അനുഗ്രഹം പ്രാപിക്കാൻ ദൈവത്തിന് ദൈവത്തിൻ്റെതായ വ്യവസ്ഥയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിന് നമ്മുടെ കർത്താവിൻ്റെ ഒരു ക്രമമുണ്ട്. ആ ക്രമം മാറ്റുവാൻ നമുക്കാർക്കും പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് വിശദമായിട്ട് ഇന്ന് പകൽ നമ്മൾ സംസാരിച്ചത്. ദൈവം പറയുന്നത്, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അനുഗ്രഹത്തിന് ദൈവം വഴിവെച്ചിരിക്കുന്നു. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ആ ഭാഗം വായിക്കണ്ട. ദൈവം പറയുകയാണ്, ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് അല്ലേ പ്രമാണിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോ ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ് അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം. പ്രൈസ് ദി ലോർഡ്. അത് ദൈവം പറയുന്ന ഏത് കാര്യവും ശ്രദ്ധയോടെ കേട്ട് ഒരു കാര്യം പോലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാതെ അതുപോലെ അനുസരിക്കുന്നവർക്കാണ് അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ദൈവം നമ്മോട് മാനസാന്തരപ്പെടാൻ കൽപ്പിക്കുമ്പോൾ മാനസാന്തരപ്പെടേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വസ്ത്രങ്ങളെയല്ല, നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറി എൻ്റെ അടുക്കലേക്ക് വരണമെന്ന് പറയുമ്പോൾ, ഇല്ല ഞങ്ങൾ വസ്ത്രങ്ങളെ കീറുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ബാഹ്യമായ ഒരു ഭക്തിയിൽ മാത്രമേ ഞങ്ങൾ നിന്റെ അടുക്കൽ വരികയുള്ളൂ എന്ന് ശഠിച്ചാൽ, അങ്ങനെ നമ്മൾ തീരുമാനിച്ചാൽ ദൈവം പറയും, ഇല്ല ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കില്ല. പ്രൈസ് ദി ലോർഡ്. പുറമേ ഉള്ള ഒരു ഭക്തിയിലും എനിക്ക് പ്രസാദമില്ല. ഹൃദയങ്ങളെ തന്നെ കീറി വരണം. ആന്തരികമായ അനുതാപത്തോടെ തന്നെ വരണം. ഇന്ന് രാവിലെ വരാത്തവർക്ക് വേണ്ടി കൂടെ ഞാൻ 1-2 കാര്യങ്ങൾ പറയുന്നത്. ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ സാധാരണ പ്രാർത്ഥന പോരാ, ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന് ദൈവം കൽപ്പിച്ചാൽ, അവിടെ ഞങ്ങൾക്ക് ഉപവസിക്കാൻ വയ്യ, ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾക്ക് ശാരീരിക പ്രശ്നമുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ ഉപവാസത്തെ ഒഴിവാക്കിയിട്ട് പ്രാർത്ഥിച്ചാൽ ആ കാര്യത്തിൽ ജയമുണ്ടാകില്ല. പ്രൈസ് ദി ലോർഡ്. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകയില്ല എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില വിഷയത്തിന് മറുപടി ഉണ്ടാകണമെങ്കിൽ സ്തോത്രം ഉപവസിച്ചേ മതിയാകും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കണ്ണ് നിറയേണ്ടത് ആവശ്യം, ഹൃദയം അനുതാപം കൊണ്ട് നിറയേണ്ടത് ആവശ്യം. സ്തോത്രം. അങ്ങനെ അനുഗ്രഹത്തിന് ദൈവം പറഞ്ഞിരിക്കുന്ന പടികൾ മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നേറിയാൽ
ജീവിതത്തിൽ വലിയ ജയം നേടുമെന്നാണ് ഇന്ന് രാവിലെ പറഞ്ഞത്. സ്തോത്രം. എപ്പോഴാണ് ദൈവത്തെ അനുസരിക്കേണ്ടതെന്ന് നമ്മൾ സംസാരിച്ചു. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ, ആലോചന കേൾക്കുമ്പോൾ, അത് കേൾക്കുമ്പോൾ തന്നെ അനുസരിക്കണം. കേട്ടില്ലേ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സൗകര്യമുള്ളപ്പോൾ അനുസരിച്ചാൽ പറ്റുകയില്ല. സ്തോത്രം. സമയമില്ല, അതുകൊണ്ട് ഞങ്ങൾ അനുസരിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ദൈവം പറഞ്ഞത് എന്തൊക്കെ അസൗകര്യമുണ്ടെങ്കിലും, എന്തൊക്കെ നിനക്ക് തിരക്ക് പിടിച്ച കാര്യങ്ങളുണ്ടെങ്കിലും, തമ്പുരാൻ പറഞ്ഞത് അതുപോലെ ആ സമയം അനുസരിക്കാൻ തീരുമാനമെടുത്താൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. സ്തോത്രം. സ്തോത്രം. എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, ഞാൻ ചോദിക്കുന്നില്ല, ഓർമ്മയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ പറയുന്നത് ടൈം പോകും. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം കൂടെ പറഞ്ഞു. അനുഗ്രഹത്തിന് ഏറ്റവും വലിയ തടസ്സം അലസത അല്ലെങ്കിൽ ഉദാസീനത. ശരിയല്ലേ? മെല്ലപ്പോക്ക് നയം. സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളിൽ നിന്നൊരു ക്വിക്ക് റെസ്പോൺസാണ്. ജീസസ് തൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ വന്നു നിന്ന ദൈവത്തിൻ്റെ ദൂതന്മാരെ കണ്ടപ്പോൾ അബ്രഹാം കൂടാരവാതിൽക്കൽ നിന്ന് തലപൊക്കി നോക്കിയിട്ട് ഓടിച്ചെന്ന് പ്രൈസ് ദി ലോർഡ് നിലം വരെ കുനിഞ്ഞവരെ നമസ്കരിച്ചു. പ്രൈസ് ദി ലോർഡ്. ബന്ധപ്പെട്ട് ചെന്ന് ഓടിച്ചെന്ന് പറഞ്ഞു, നീ ക്ഷണത്തിൽ 3 അടങ്ങലി മാവെടുത്ത് കുഴച്ച് അപ്പം ഉണ്ടാക്കണം. സ്തോത്രം. സ്തോത്രം. എന്തിനാ ഈ ക്ഷണത്തിൽ എന്ന് പറഞ്ഞത്? സ്തോത്രം. അബ്രഹാമിന് കഴിക്കാനാണെങ്കിൽ ഒരു സാവകാശമൊക്കെ ഉണ്ട്. ചില അച്ചായന്മാർക്കുണ്ടോ എന്നറിയില്ല, ചോദിച്ചാൽ അന്നേരം തന്നെ വേണം. എന്നാലും നമ്മുടെ വീട്ടിലൊക്കെ ആകുമ്പോൾ കുറച്ച് സാവകാശമൊക്കെ വരും, വലിയ വെച്ചാ. പക്ഷെ ഇത് ദൈവത്തിൻ്റെ വിഷയമാ. ദൈവദൂതന്മാരെ സൽക്കരിക്കേണ്ട വിഷയമാ. അവിടെ ഉഴപ്പ് പാടില്ല, അവിടെ താമസം വരാൻ പാടില്ല. അതുകൊണ്ട് നീ ക്ഷണത്തിൽ 3 അടങ്ങലി മാവെടുത്ത് കുഴച്ച് അപ്പം ചുടണം. അതുപോലെ ചെയ്തു. എന്നിട്ട് ബന്ധപ്പെട്ട് ഓടിച്ചെന്ന്, അല്ലേ, ഈ പറഞ്ഞതുപോലെ സ്തോത്രം, ഈ കന്നുകാലിയെ പിടിച്ചിട്ട് എന്ത് ചെയ്തു? ഫൃത്യന്റെ കയ്യിൽ കൊടുത്തിട്ട് അവനോട് പറയുന്ന പ്രയോഗം എന്താ? അവന്റെ കയ്യിൽ കൊടുത്തപ്പോഴേ പറയാതെ തന്നെ അവൻ എന്ത് ചെയ്തു? അവനിതെല്ലാം കണ്ടോണ്ടിരിക്കുക. യജമാനൻ വരുന്നതും ഈ വെപ്രാളവും ഈ ചാട്ടവും ഒക്കെ കണ്ടപ്പോൾ അവന് മനസ്സിലായി, അവൻ യജമാനൻ ഇത് വേഗത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അവൻ ക്ഷണത്തിൽ പാകം ചെയ്തു. സ്തോത്രം. സ്തോത്രം. ദൈവാനുഗ്രഹം വേണോ? ഇതുപോലൊരു തിടുക്കം വേണം. ഇതുപോലൊരു തിടുക്കം ദൈവരാജ്യത്തിന് വേണ്ടി വേണം. പ്രാർത്ഥനയ്ക്ക് തിടുക്കമുണ്ടാകണം, ആരാധനയ്ക്ക് തിടുക്കമുണ്ടാകണം, ദൈവത്തെ അന്വേഷിക്കുന്നതിൽ ഒരു വലിയ തിടുക്കമുണ്ടാകണം. അല്ലേ, ആത്മാവിൽ എരിവുള്ളവരായി ഇതുപോലെ ഒന്ന് സേവിക്കാമെങ്കിൽ അബ്രഹാമിനോട് പറഞ്ഞു, അടുത്ത ആണ്ടിൽ ഞാൻ വരും. 25 കൊല്ലമായി നിന്നോട് പറഞ്ഞ വാഗ്ദത്തത്തിന്റെ നിവർത്തി. നിന്റെ ഭവനത്തിൽ ഒരു ചിരി ഉണ്ടാകാൻ പോകുന്നു. നിന്റെ ഭാര്യ സാറായി ഒരു മകനെ അണയ്ക്കും. ഇന്ന് പകൽക്കാലം കേൾക്കുന്ന ദൈവജനം ശ്രദ്ധിക്കണം, ചിന്തിക്കണം. എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സം എൻ്റെ ഈ ഉദാസീനതയാ, എൻ്റെ ഈ ഉഴപ്പാ. സ്തോത്രം. എൻ്റെ ഈ മെല്ലപ്പോക്ക് നയമാണെങ്കിൽ ഈ വചനം കേട്ട് ഇന്നത് തിരുത്തണം. സ്തോത്രം. അങ്ങനെ തിരുത്തിയാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഇതാണ് ഇന്ന് രാവിലെ സംസാരിച്ചത്. അപ്പം ഞാനിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തോട് ചോദിച്ചു, രാവിലെ സംസാരിച്ചു അവരോട്, എന്താ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണപ്രകാരം ക്രമപ്രകാരം ദൈവത്തെ എന്ത് ചെയ്യണം? ആരാധിക്കണം. നിങ്ങളുടെ ഈ സിസ്റ്റമൊക്കെ ഒന്ന് മാറ്റണം. നമ്മുടെ ഈ സിസ്റ്റമൊക്കെ ഒന്ന് പൊളിച്ച് മാറ്റിയിട്ട് ദൈവത്തിൻ്റെ സിസ്റ്റത്തിലേക്ക് ഒന്ന് വരണം. അപ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ ദൂത് കേട്ടിട്ട് ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. അതല്ല ഞങ്ങൾ ഇങ്ങനെ തന്നെ പോകുമെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയാം, ഇങ്ങനെ പോയാൽ എങ്ങും എത്തുകയില്ല. ഇങ്ങനെ പോയാൽ എങ്ങും എത്തുകയില്ല. ആ പ്രമാണപ്രകാരം മുന്നോട്ട് പോയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. രാവിലെ എഴുന്നേറ്റ് ആമേൻ മറ്റെന്തും അന്വേഷിക്കുന്നതിനപ്പുറമായി ദൈവമുഖം അന്വേഷിക്കണം.
സ്തോത്ര. ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും ഉപരി ദൈവത്തിന് അവൻ മഹത്വം കൊടുക്കണം. മുമ്പേ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിച്ചാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അപ്പൊ ഞാൻ ഈ പറയുന്ന ദൂതെല്ലാം കേട്ടിട്ട് നിങ്ങൾ ആരെങ്കിലും തീരുമാനിച്ചെന്ന് വെച്ചോ, പാസ്റ്റർ പറഞ്ഞ വചനമൊക്കെ കേട്ടു, നാളെ മുതൽ അല്ലേ മോനെ സിജോ, ദൈവത്തിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കണം, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി എരിവോടെ നിൽക്കണം, കാര്യങ്ങളൊക്കെ തുടങ്ങണം, പ്രാർത്ഥിക്കണം. ഇന്ന് മുതൽ വേദപുസ്തകം സ്ഥിരമായിട്ട് എന്ത് ചെയ്യണം? ക്രമമായി വായിക്കണം. പ്രാർത്ഥനയ്ക്ക് എനിക്ക് പ്രത്യേക സമയം വേണം, ആരാധനയ്ക്ക് ഞാൻ പ്രത്യേക സമയം കണ്ടെത്തും, എൻ്റെ ദൈവവുമായിട്ടുള്ള എൻ്റെ കൂട്ടായ്മ ബന്ധം ഞാൻ കൃത്യമായി പുലർത്തും. ആകാശം, നാട്ടുഭാഷ കേട്ടോ, ആകാശം ഇടിഞ്ഞു വീണാൽ ഞാൻ എൻ്റെ പ്രാർത്ഥന മുടക്കം വരുത്തില്ല. ഇങ്ങനെയൊക്കെ തീരുമാനിച്ചെന്ന് വെച്ചു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയൊക്കെ തീരുമാനിച്ചു. നമ്മൾ ദൂതൊക്കെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ തീരുമാനം എടുക്കും. അങ്ങനെ എടുക്കണം. അങ്ങനെ എടുക്കാതെ പോയാൽ ഒരു ഗുണവും ഉണ്ടാകത്തില്ല. പക്ഷേ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അങ്ങനെ തീരുമാനമെടുത്തവർ, അങ്ങനെ തീരുമാനിച്ച് കാര്യങ്ങൾ തുടങ്ങി വെച്ചവരോട്, അങ്ങനെ ചിന്തിക്കുന്നവരോട് ഞാനൊരു ദൂത് പറയാം. നമ്മുടെയൊക്കെ പരാജയത്തിൻ്റെ അടുത്ത മേഖല ഞാൻ നിങ്ങളോട് പറയാം. ആമേൻ. ദൈവം പ്രസാദിക്കണമെങ്കിൽ, ആമേൻ, ഞാൻ ഈ പറഞ്ഞ ആലോചനകൾ, തിരുവെഴുത്തിലെ സത്യങ്ങൾ കേട്ട് ദൈവത്തിൻ്റെ പ്രമാണപ്രകാരം എരിവോടെ അവനെ സേവിക്കാൻ തീരുമാനമെടുത്ത് ഇറങ്ങുന്നവരെ, പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുന്നവരെ, ആരാധിക്കാൻ തീരുമാനിക്കുന്നവരെ, വചനം അനുസരിക്കാൻ തീരുമാനിക്കുന്നവരെ അറിയണം, നിങ്ങൾ ഇത് തുടങ്ങി വെക്കുന്നത് നല്ലതാ. പക്ഷെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാ, ഇത് തുടർച്ചയായി കൊണ്ടുപോയില്ലെങ്കിൽ, ആമൻ, ഇത് പകുതി വഴിക്ക് വെച്ച് അവസാനിപ്പിച്ചാൽ, 2 ദിവസം ഉപവാസം കഴിയുമ്പോൾ ഈ ചൂട് മാറിയാൽ, 1 മാസത്തിനപ്പുറം ഇത് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിൽ, അല്ലെ, 1 മാസം കൊണ്ട് എല്ലാം തീർന്നതുപോലെ പഴയപടിയാകുന്നതാണ് ആത്മികന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. നമ്മുടെ ഏറ്റവും വലിയ പരാജയം എന്താണെന്നറിയാമോ? ആമേൻ. പലപ്പോഴും ഈ ഡിസംബർ 31 പണ്ട് തീരുമാനമൊക്കെ എടുക്കും. ഇന്ന് മുതൽ ദൈവത്തെ എന്ത് ചെയ്യണം? കുറച്ചുകൂടെയൊക്കെ ശക്തിയായിട്ട് ആരാധിക്കണം, പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തണം, വചനം വായിക്കണം. ഭയങ്കര ചൂടാ. ഏതെങ്കിലും ഒരു യോഗത്തിൽ പോയി ആരെങ്കിലും ഒരു ദൈവദാസൻ തലയിൽ കൈവച്ച് ഒരു ആലോചന പറഞ്ഞാലോ, ഏതെങ്കിലുമൊക്കെ വചനം നമ്മുടെ അകത്ത് സ്ട്രൈക്ക് ചെയ്തിട്ട് ഒരു തീരുമാനമൊക്കെ എടുക്കുക നല്ലതാ. പക്ഷെ പ്രശ്നം എന്താണെന്നറിയാമോ? അതിനകത്ത് സ്ഥിരത പുലർത്താൻ കഴിയാത്തത് കൊണ്ട് പല ആളുകളും പരാജയപ്പെട്ടു. പൗലോസിനെ പോലെ വിശ്വാസം മുറുകെ പിടിച്ചവർ, പത്രോസിനെ പോലെ, ആമൻ, ജീവൻ പോകുന്ന അവസാന സമയം വരെ, ആമൻ, നമ്മൾ ഈ ദൈവത്തോടും ദൈവരാജ്യത്തോടുമുള്ള നമ്മുടെ ചുമതലകൾ, ആത്മീയ അനുഭവങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ, ഞാനൊരു കാര്യം പറയാം, അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നത്, എന്തുകൊണ്ട് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആവുന്നു? ആ ബ്രേക്ക് ആകുന്ന മണ്ഡലം എന്താണ്? അതിന്റെ കാരണം കണ്ടെത്തി അതിനെ ആത്മാവിൽ ശ്വാസിച്ചില്ല, ഞാൻ ഈ തുടങ്ങി വെക്കുന്നത്, ആമൻ, സ്തോത്രം, എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിനോളം തികയ്ക്കുമെങ്കിൽ, ആ ദൈവമായി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ഞാൻ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ച അതിനൊരു അവസാനം വരുന്നത് വരെ, അതിനൊരു വിടുതൽ ലഭിക്കുന്നത് വരെ ഞാൻ പ്രാർത്ഥിക്കും. പലരും ചില വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ പകുതി വഴിയിൽ വെച്ച് നിർത്തിയിട്ട് പോകുന്ന പരിശുദ്ധാത്മാവ് പറയുക, എന്താ ജീവിതത്തിൽ പ്രാപിക്കേണ്ട നന്മ പ്രാപിക്കാത്തത്? അവൻ എരിവ് കുറഞ്ഞ്, ചൂട് കുറഞ്ഞ്, അവൻ അന്നത്തെ ആ സ്പീഡും അന്നത്തെ ആ ധൈര്യവും അന്നത്തെ വിശ്വാസമൊക്കെ ചോർന്നു പോയി. ഇപ്പോൾ ഒരു ചടങ്ങ് പോലെ കൊണ്ടുപോകുന്നത് കൊണ്ട് ഇന്ന് രാത്രി ആത്മാവ് പറയുക, പരിശുദ്ധാത്മാവ് പറയുക, ഒരു തീരുമാനമെടുത്തോണം. കർത്താവേ, എരിവോടെ, അവൻ ചൂടോടെ, താല്പര്യത്തോടെ, ഉത്സാഹത്തോടെ അവൻ അങ്ങേ സേവിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. സ്തോത്രം, സ്തോത്രം. ഇവിടെ കൊലോസ് ലേഖനത്തിൽ കർത്താവിന്റെ വചനം നമ്മോട് സംസാരിക്കുക, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? പ്രാർത്ഥന എന്ന് പറയുന്നത്, സ്തോത്രം, ഒരാവശ്യം വരുമ്പോൾ മാത്രം ചെയ്യുന്ന പരിപാടിയല്ല. സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു വിഷയം വരുമ്പോൾ ചാടിച്ചെന്ന്, അല്ലെ, ആത്മാർത്ഥത കാണിക്കുന്ന ഒരു ഇടപാടല്ലെന്ന് ഇന്ന് രാത്രി അറിയേണ്ടത്. അതിനകത്ത് നീ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. ആമേൻ. പ്രാർത്ഥനാ ജീവിതത്തിൽ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പേ. ദാനിയേലിനെ പോലെ ആമൻ സ്ഥിരമായി പ്രാർത്ഥിച്ചു വന്നതുപോലെ, ആമൻ, കാലത്തും ഉച്ചയ്ക്കും വൈകിട്ട് ഞാൻ സങ്കടം ബോധിപ്പിച്ച് കരയുമെന്ന് ദാവീദ് പറഞ്ഞതുപോലെ, ആമൻ, യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്ന് ആമേ ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ, പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത്, ആമൻ, വല്ല വിഷയമുണ്ടാകുമ്പോൾ
വരുമ്പോൾ ചെയ്യേണ്ടതല്ല കേട്ടോ. ഒരു പ്രതികൂലം വരുമ്പോൾ ചെയ്യേണ്ടതല്ല, ഒരു പ്രശ്നം വരുമ്പോൾ ചെയ്യേണ്ടതല്ല. ഇന്ന് രാത്രി ഞാൻ ഈ വചനം നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ട് ആളുകൾ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടാത്തത്? ഒരു ആവശ്യം വരുമ്പോൾ മാത്രം പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ചൂടാ, പ്രാർത്ഥനയ്ക്ക് വലിയ താല്പര്യമാ. സ്വർഗത്തിലെ ദൈവം പറയുക, പ്രാർത്ഥനയിൽ ഊറ്റിരിക്കണം. സ്തോത്രം, സ്തോത്രം. ദൈവം നമ്മോട് പറയുന്നത് വല്ലപ്പോഴും പ്രാർത്ഥിക്കുന്നവനായിരിക്കാനല്ല, എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കാനാ. പ്രാർത്ഥനാ ജീവിതത്തിൽ സ്ഥിരത പുലർത്താൻ കഴിയാത്തത് എന്തുകൊണ്ട്? ഞാൻ നിങ്ങളോട് പറയാം. പിശാചിന് ഏറ്റവും വലിയ ഭയമുള്ള കാര്യം പ്രാർത്ഥനയാണ്. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് ഒരാളെയും അവൻ വെറുതെ വിടില്ല, എല്ലാവരെയും ആക്രമിക്കും. എന്തിനാ? പ്രാർത്ഥന നിർത്തിക്കാനല്ല. ഹലോ, പ്രാർത്ഥന നിർത്തിക്കാനല്ല കേട്ടോ, തെറ്റിദ്ധരിക്കല്ലേ. പിന്നെന്തു വെച്ചാ? പ്രാർത്ഥനയിലെ സ്ഥിരത മാറ്റാൻ. നീ വല്ലപ്പോഴും പ്രാർത്ഥിച്ചോന്നേ, അതിന് പിശാചിന് ഒരു പ്രശ്നമില്ല. വല്ലപ്പോഴും ഒക്കെ പ്രാർത്ഥിക്കുക, ഇടയ്ക്കൊക്കെ പ്രാർത്ഥിക്കുക. പ്രശ്നമുള്ളപ്പോഴൊക്കെ പ്രാർത്ഥിച്ചു, നോ പ്രോബ്ലം. കുഴപ്പമുള്ളപ്പോഴൊക്കെ എന്ത് ചെയ്തോ? പ്രാർത്ഥിച്ചോ, അതൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ നീ സ്ഥിരമായിട്ട് എന്ത് ചെയ്യരുതേ. എത്രവർക്ക് മനസ്സിലായെന്ന് എനിക്കറിയാൻ വയ്യ. നീ സ്ഥിരമായി പ്രാർത്ഥിച്ചു കളയരുത്. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഒരു വലിയ മരമേ ഇങ്ങനെ നിൽക്കുക, അതിനെ ഒന്ന് മുറിക്കണം വെച്ചാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. എന്താ പ്രശ്നം? ആണ്ടിലൊരിക്കൽ ഒരു വെട്ടിയാൽ നോ പ്രോബ്ലം, അതവിടെ നിൽക്കും. നീ വെട്ടിയിട്ട് 6 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ആ വെട്ടിയ ഭാഗമൊക്കെ പിന്നെ എന്താവും? പിടികിട്ടുന്നവരുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് വെട്ടിക്കോ. ഉപവാസമൊക്കെ വരുമ്പോ ശക്തമായിട്ട് വെട്ടിക്കോന്നേ. ഉപവാസമൊക്കെ വരുമ്പോൾ നല്ല കുലുങ്ങി പ്രാർത്ഥിച്ചു, അന്യഭാഷയൊക്കെ പറഞ്ഞു, നോ പ്രോബ്ലം. പക്ഷേ എല്ലാ ദിവസവും നിന്റെ മുഴങ്കാലും മടങ്ങരുത്. രാത്രി വചനം മനസ്സിലാകുന്നവർ മാത്രം സ്തോത്രം ചെയ്യണം കേട്ടോ. സാത്താൻ പറയും, എല്ലാ ദിവസവും നീ അത് ചെയ്യരുത്, എല്ലാ ദിവസവും നീ ചെയ്യരുത്, എല്ലാ ദിവസവും നിന്റെ മുഴങ്കാലും മടങ്ങരുത്. അതെനിക്കിഷ്ടമല്ല. എല്ലാ ദിവസവും മുഴങ്കാലും മടങ്ങിയ ആമേ സ്വർഗം ചലിക്കാൻ തുടങ്ങുക. എല്ലാ ദിവസവും മുഴങ്കാലും മടങ്ങിയ ആമൻ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങുക. എല്ലാ ദിവസവും മുഴങ്കാലും മടങ്ങിയാൽ അസാധ്യ കാര്യങ്ങൾ സാധ്യമാകാൻ തുടങ്ങുക. എല്ലാ ദിവസവും നിന്റെ മുഴങ്കാലും മടങ്ങിയാൽ ആമേ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് പിശാച് പറയും, നീ പ്രാർത്ഥിച്ചോ, പക്ഷേ റെഗുലറായിട്ട് എന്ത് ചെയ്യരുത്? പൊന്നുമോളെ, നീ പ്രാർത്ഥിക്കരുത്. അത് നീ ചെയ്യാതിരിക്കാനുള്ളതെല്ലാം ഞാൻ ഒരുക്കും. ഇന്ന് ഈ ദൂത് മനസ്സിലായിട്ട് പോന്നവര്, ദൈവത്തിൻ്റെ വഴി നിന്റെ പ്രാർത്ഥനയിലൂടെ നിന്നെ എഴുന്നേൽപ്പിക്കണമെന്നാ ദൈവം അങ്ങനെ വെച്ചേക്കുന്നത്. നീ കരയണം, നീ പ്രാർത്ഥിക്കണം, സ്വർഗത്തിലെ ദൈവം മറുപടി തരും. ഏലിയാവേ, തീ അയക്കാൻ എനിക്ക് അറിയാൻ മേലാത്തത് കൊണ്ടല്ല, പക്ഷെ നീ പ്രാർത്ഥിച്ചാലേ ഞാൻ തീ അയക്കൂ. ഏലിയാവേ, ദേശം ഉണങ്ങി വരണം നിൽക്കുന്ന എനിക്കറിയാം, മഴ പെയ്യിക്കണമെന്നും എനിക്കറിയാം. പക്ഷേ നീ 1 അല്ല, 2 അല്ല, 3 അല്ല, 4 അല്ല, പിന്നെ നീ 7 പ്രാവശ്യം എന്റെ കൂടെ ഉണ്ടോ? 7 പ്രാവശ്യം നീ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം കേട്ടോ. നീ 7 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ ആമെ കൈപ്പത്തിയോളമുള്ളൊരു മേഘമയച്ച് അതൊരു വലിയ പെരുമഴയാക്കി, അവരൊരു വൻമഴയാക്കി 4 വരെയായി ആമെ ദേശത്തെ മൂടിയിരുന്ന ആ വലിയ ക്ഷാമത്തെ എനിക്ക് മാറ്റാൻ പദ്ധതിയുണ്ട്. ഏലിയാവേ, എത്ര പേർക്ക് നീ ദൂത് ഏറ്റെടുക്കുന്നുണ്ട്? എത്ര മാതാക്കൾ, എത്ര സഹോദരങ്ങൾ, എത്ര സഹോദരിമാര് മനസ്സിലാക്കുന്നുണ്ട്? നീ പ്രാർത്ഥിക്കുന്ന പിശാചിന് ഒരു വിരോധമില്ല സഹോദരി. പക്ഷെ നീ സ്ഥിരമായിട്ടൊന്ന് കരയാ, സ്ഥിരമായിട്ടൊന്ന് വെൺമാടത്തിൽ പത്രോസ് കയറിയതുപോലെ, ആമൻ ദാനിയേല് ആമൻ ഒന്ന് കയറിയതുപോലെ സ്ഥിരമായിട്ടിരുന്നൊന്ന് പ്രാർത്ഥിക്കുക. സ്ഥിരം സമയത്തൊന്ന് പ്രാർത്ഥിക്കുക. ആമൻ സ്ഥിരമായിട്ടൊന്ന് സ്തോത്രം ചെയ്യാൻ, സ്ഥിരമായിട്ടൊന്ന് പോരാടാൻ, സ്ഥിരമായിട്ട് നിന്റെ കണ്ണ് നിറയാൻ ശത്രു അനുവദിക്കത്തില്ല.
അവൻ അതിന് വിരോധമായി എന്തെല്ലാം ഒരുക്കാമോ, എന്തെല്ലാം സാഹചര്യങ്ങൾ ഒരുക്കാമോ, എന്തെല്ലാം പദ്ധതികൾ ഒരുക്കാമോ, അതെല്ലാം അവൻ ഒരുക്കും. ഈ ദൂത് കേൾക്കുന്നവർ ആത്മാവിൽ പ്രാർത്ഥിച്ച് ഇന്ന് ജയമെടുക്കണ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ സ്ഥിരതയെ തകർക്കുന്ന, എന്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ സ്ഥിരതയ്ക്കെതിരെ പോരാടുന്ന ദേശശക്തിയെ, അവന് വിരോധമാകുന്ന പരിതസ്ഥിതികളെ ഇന്ന് ഞാൻ ആത്മാവിൽ ജയിക്കുകയാ. എത്ര പേരുന്ന പകൽ ആത്മാവിൽ ഈ ദൂതേക്കെടുത്ത് ദൈവസ്ഥലിൽ സ്തോത്രം ചെയ്യോ, അന്യഭാഷകളിൽ ആരാധിച്ച് അവന് ജയം ഇന്ന് രാത്രി ഏറ്റെടുക്ക്. നീ പ്രാർത്ഥനയിൽ സ്ഥിരത പുലർത്തിയാൽ നിന്റെ ഭവനത്തിന്റെ നിലമാറുമെന്ന് പിശാചിനറിയാം. നീ പ്രാർത്ഥന സ്ഥിരത പുലർത്തിയാൽ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുമെന്ന് പിശാചിനറിയാം. നീ പ്രാർത്ഥനയിൽ സ്ഥിരത പുലർത്തിയാൽ അവന്റെ സഭയ്ക്കകത്ത് അത്ഭുതങ്ങൾ നടക്കുമെന്ന് പിശാചിനറിയാം. നീ പ്രാർത്ഥനയിൽ സ്ഥിരത പുലർത്തിയാൽ നിന്റെ കുടുംബത്തിലെ സാമ്പത്തിക വിഷയത്തിന് അവൻ മറുപടി ഉണ്ടാകുമെന്ന് പിശാചിനറിയാം. ഇന്ന് ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാ. ജനത്തെ സ്ഥിരതയോടെ പ്രാർത്ഥിക്കാൻ കഴിയാതെ ആമേ പ്രതികൂലങ്ങൾ കൊണ്ടുവന്ന്, പ്രശ്നങ്ങൾ കൊണ്ടുവന്ന്, സാഹചര്യങ്ങൾ കൊണ്ടുവന്ന് അവിടെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ സ്ഥിരതയെ നശിപ്പിക്കുന്ന ദുഷ്ടപ്പോരുകൾ ഇന്ന് അഴിഞ്ഞു മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഭവനത്തിനകത്ത് വാക്കുകളായി, വാഗ്വാദങ്ങളായി, ആമേൻ അഭിപ്രായ വ്യത്യാസങ്ങളായി ആമേൻ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ ഇന്ന് രാത്രി ഉടഞ്ഞു മാറട്ടെ യേശുവിന് അധികാരമുള്ള നാമത്തിൽ. വെല്ലുവിളികൾ ഉടഞ്ഞു മാറട്ടെ. ജനത്തെ പ്രാർത്ഥിക്കാൻ അവൻ തയ്യാറാകാതെ, അവൻ പ്രാർത്ഥന ജാഗരിക്കാൻ കഴിയാതെ അവരെ തടയുന്ന ആധിപത്യങ്ങൾ ഇന്ന് രാത്രി ഉടയട്ടെ. സ്തോത്രം, സ്തോത്രം. അപ്പോ പിശാചിന് പ്രാർത്ഥിക്കുന്നത് വിരോധമൊന്നും ഇല്ല. പ്രാർത്ഥിക്കുന്ന വിരോധമൊന്നും. പിന്നെ എന്തിലാ വിരോധം? എന്തിലാ? സ്ഥിരമായി പ്രാർത്ഥിക്കുന്നതിന് വിരോധം. സ്തോത്രം, സ്തോത്രം. ആത്മീയ കാര്യത്തിൽ ഏത് കാര്യവും നീ സ്ഥിരമായി ചെയ്യാൻ പാടില്ല. അത് പിശാചിന് നിർബന്ധമാണ്. ആരാധിച്ചോന്നേ, വല്ലപ്പോഴും ഒരു ആരാധനയൊക്കെ ആരാധിച്ചു, നോ പ്രോബ്ലം. വല്ലപ്പോഴൊക്കെ അന്യഭാഷയിലൊക്കെ ഒന്ന് പറഞ്ഞൊന്ന് തുള്ളിച്ചാട്, അത് നമ്മൾ അതല്ലേ ഉള്ളൂ, വല്ലപ്പോഴും അല്ലേ ഉള്ളൂ. ചില സമയത്തൊക്കെ ചില എന്താണ് പരിപാടിയൊക്കെ നടക്കും. പിറ്റേ ആഴ്ച ആമേൻ, സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥന കുറവാ, നിങ്ങളുടെ അഭിഷേകത്തിന്റെ കുറവാ. ഈ ദിവസങ്ങളിൽ ആത്മാവിൽ പ്രാർത്ഥിച്ച് ആമേൻ സാഹചര്യങ്ങളെ വിവേചിച്ച് ഒന്ന് ജയിച്ചോണം കേട്ടോ. ഇന്ന് ആത്മാവ് നിങ്ങളോട് പറയുക, ആമേൻ നീ സ്ഥിരമായി ആരാധിച്ചാലുണ്ടല്ലോ. സ്തോത്രം, സ്തോത്രം. മാമ അങ്ങനെ ഇന്ന് നല്ലപോലെ പാടണ്ട മാമേ. കഴിഞ്ഞ ആഴ്ച പാടിയില്ലയോ? കഴിഞ്ഞ ആഴ്ച, ഈ ആഴ്ച വേണ്ട. ഇന്നലെ വീട്ടിൽ നല്ലപോലെ കുടുംബ പ്രാർത്ഥന ഉണ്ട്, നല്ലപോലെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. ഇന്ന് വേണ്ട. ഇന്നും പാടിക്കോ, പക്ഷെ അത് സ്വർഗത്തെ ചലിപ്പിക്കുന്ന രീതിയിൽ പാടണ്ട, ഏകാഗ്രതയെ പാടണ്ട. മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട്? ഇത് വിവേചിച്ചിട്ട് ഇതിനെ ശാസിക്കാനുള്ള കൃപ പ്രാപിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും. സ്തോത്രം, സ്തോത്രം. നിങ്ങൾക്കറിയാമോ, പെന്തിക്കോസ്തുകാരൻ്റെ ആരാധനയിൽ ആമൻ വചനം പറയുന്ന പാട്ട് നിങ്ങൾ പാടിയിട്ടില്ലേ? ബന്ധനം അഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്കിൽ നിന്ന്. കാരാഗ്രഹത്തിനകത്ത് തൻ്റെ ദാസന്മാർ 2 പേർ അവരൊരുമിച്ച് പാടി സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നെങ്കിൽ, അല്ലേ ആമൻ, അവിടെ ചങ്ങലയിൽ കിടന്നവൻ്റെയൊക്കെ ചങ്ങല അഴിഞ്ഞു മാറിയെങ്കിൽ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, ശരിയായ ആരാധന വെളിപ്പെട്ടാൽ പിശാച് ബന്ധിച്ചിരിക്കുന്ന ഏത് ബന്ധനങ്ങളും ഏത് ഇരുട്ടിൻ്റെ ശക്തികളും അഴിഞ്ഞു മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര പേര് ഇതിനകത്ത് വിശ്വസിക്കുന്നുണ്ട്? ആമൻ. എന്നാൽ പിശാച് അനേകരുടെ ആരാധന അനുഭവത്തെ കെട്ടിക്കളഞ്ഞ് വെറും ചടങ്ങിന്റെ കൈയടിയോ വാ പോലും ഒന്ന് തുറക്കാൻ പറ്റാതെ, അതരം തുറന്ന് പാടാൻ പറ്റാതെ ആമൻ അനേകര് വാക്കട്ടപ്പെട്ടവരായി, കരം കെട്ടപ്പെട്ടവരായി ഇതിനകത്തിരിക്കുമ്പോൾ ഇന്ന് ഞാൻ ആത്മാവിൽ തൂത് പറയുകയാ. ആമൻ, എന്റെ ജനമേ, ആമൻ ദൈവത്തിന്റെ വചനം കേട്ട് ഇന്ന് പകൽക്കാല ആമൻ എഹെസ്കേലിനോട് അസ്ഥി താഴ്വരെ കൊണ്ടുപോയി നിർത്തിയിട്ട് ആമൻ ചോദിച്ച്, ഈ അസ്ഥികൾ ജീവിക്കുമോ? അവൻ ദൈവത്തിന്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ നീ അറിയുന്നു. സ്തോത്രം. മക്കളെ, ശരിയായ ആരാധന അതിന്റെ നിലയിൽ വെളിപ്പെട്ടാൽ,
സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരും. അവിടുത്തെ മഹത്വം ഇറങ്ങി വന്നാൽ ദൈവം എഴുന്നേൽക്കുന്നു. അവന്റെ ശത്രുക്കൾ ചീതറി പോകുന്നു. അതിന് 100 പേര് വേണോ? നല്ലപോലെ ആരാധന വെളിപ്പെടാൻ 100 പേര് വേണോ? വേണ്ട. രണ്ട് പേർ ആയികമെത്തിയപ്പെട്ട അവർ ഒരുമിച്ച് ആത്മാവിൽ ആരാധിച്ചാൽ അവരുടെ ആരാധനയ്ക്കകത്ത് ദൈവമഹത്വം ഇറങ്ങി വരുമെങ്കിൽ ദുഷ്ടപിശാച് അവൻ ആത്മീയ ഐക്യതകളെ തകർച്ചു കളഞ്ഞ് ആരാധനയെ അലക്ഷ്യമാക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ഇന്ന് ആളിഞ്ഞു മാറട്ടെ. ഇന്ന് ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോ അവർ ആരാധനയ്ക്ക് തടസ്സമായി, ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ആത്മാവിൽ ജയമെടുക്കുന്ന തടസ്സമായി അവൻ ജീവിതങ്ങളെ അവൻ ഒതുക്കിക്കളയുന്ന അവൻ അനുഭവങ്ങളെ ആത്മാവിൽ ഇന്ന് ഞാൻ പുറത്താക്കുകയോ. സ്തോത്രം. അതിന് പ്രായം തടസ്സമാണോ? ആണോ? പ്രായം തടസ്സമല്ല. ചെങ്കടൽ കടന്നപ്പോ അല്ലേ പ്രായമുള്ള അമ്മച്ചി മിരിയാം തപ്പങ്ങോട്ട് എടുത്തു, നൃത്തം ചെയ്ത് ആരാധിച്ചു. അല്ലയോ? അപ്പോ ആത്മികൻ ദൈവത്തിൻ്റെ പദ്ധതികളിൽ വഴികളിൽ സ്ഥിരത പുലർത്തണം. പ്രാർത്ഥിക്കുന്നതിൽ അവനൊരു സ്ഥിരത ഉണ്ടാകണം. ആരാധിക്കുന്നതിൽ അവന് സ്ഥിരത പുലർത്തണം. സ്തോത്രം. സ്ഥിരത പുലർത്തുന്നവർക്ക് മാത്രമേ അനുഗ്രഹമുള്ളൂ. വല്ലപ്പോഴും കൈയടിച്ചതുകൊണ്ടോ, വല്ലപ്പോഴും നല്ലപോലെ പാടിയത് കൊണ്ടോ, വല്ലപ്പോഴും ആലയത്തിൽ വന്നത് കൊണ്ടോ അനുഗ്രഹമുണ്ടാകത്തില്ല. അവൻ സ്ഥിരത പുലർത്തുന്നവർക്ക് അനുഗ്രഹമുണ്ട്. യേശു എന്താ പറഞ്ഞേ? എന്നിൽ വസിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങളിലും. എന്നിൽ വസിക്കുന്നവൻ എന്തു ചെയ്യും? വളരെ ഫലം കായ്ക്കും. എന്നിൽ വസിക്കാത്തവൻ എന്താണ്? അവൻ ഉണങ്ങിപ്പോകും, അല്ലേ? അവനെ പുറത്തു കളയും. അപ്പൊ വസിക്കുക, സ്ഥിരമായി നിൽക്കണം. സ്തോത്രം, സ്തോത്രം. എബ്രായർ 3:14 പറയുന്ന പോലെ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചാൽ നാം ആരായി? ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നുവല്ലോ. സ്തോത്രം. ഒരു ദിവസം കൊണ്ട് ഫലം കിട്ടുമോ? ഒരു ദിവസം കൊണ്ട് ഫലം കിട്ടുമോ? വച്ചാ ഇപ്പോ വളരെ പെട്ടെന്ന് തന്നെ ഫലം കായ്ക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലേ. പണ്ട് ഒരു തെങ്ങ് കുഴിച്ചു വെച്ചാൽ എത്ര കൊല്ലം വേണം? എത്ര വേണം വെച്ചാൽ എനിക്കറിയാൻ വയ്യ. പറ, കൃഷിക്കാർ പറ. കുറഞ്ഞ ഒരു 4 വർഷമെങ്കിലും ഒക്കെ വേണം. പക്ഷെ ഇപ്പോൾ പുതിയ കൃഷി രീതിയാണ്, അല്ലേ? എന്താണ്? കൊണ്ടുവച്ചാൽ പെട്ടെന്ന് തന്നെ, അതിൻ്റെ പകുതി പോലും വേണ്ട, അല്ലേ? മാവൊക്കെ വളരെ പെട്ടെന്നല്ലേ, 1 വർഷം 2 വർഷത്തിനകം ഒക്കെ കായ്ക്കുന്ന മാവൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, തമ്പുരാൻ്റെ കാര്യത്തിൽ ഈ പണിയില്ല. സ്തോത്രം. എന്ന് വെച്ചാൽ ദൈവം പെട്ടെന്ന് മറുപടി തരത്തില്ലെന്നല്ല. ദൈവത്തിന് ഒരു ക്രമമുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞല്ലോ, മൂക്കാതെ പഴിപ്പിക്കുന്ന പരിപാടി അവിടെ ഇല്ല. അവിടെ മൂത്താണ് പഴുക്കുന്നത്. ആത്മീയ പക്വത അങ്ങനെയാണ്. സ്തോത്രം. ഫലം പുറപ്പെടുവിക്കുന്നത് അങ്ങനെയാണ്. സ്തോത്രം. അവിടെ ചേർന്ന് വസിച്ചേ പറ്റൂ. സ്തോത്രം. നിലനിന്നേ പറ്റൂ. സ്ഥിരത പുലർത്തിയേ പറ്റുകയുള്ളൂ. ആ സ്ഥിരതയിലൂടെയും അവിടത്തോട് ചേർന്ന് ആമേനല്ലേ, ആ മുന്തിരി വള്ളിയോട് ആമേ കൊമ്പുകൾ ചേർന്ന് വസിക്കുന്നത് പോലെ ചേർന്ന് വസിക്കുമ്പോഴാണ് ഫലമുണ്ടാകുന്നത്. ഒരു കൃഷിക്കാരൻ അല്ലേ ഫലത്തിനായി കാത്തിരിക്കുന്നത് പോലെ, സ്തോത്രം, ഒരു കാത്തിരിപ്പ് ആവശ്യമാണ്, സ്ഥിരത ആവശ്യമാണ്. ആമൻ ഇന്ന് ആമൻ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, സ്ഥിരത നഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അനുഗ്രഹം നഷ്ടമായി. സ്തോത്രം. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാം. 2 ദിനവൃത്താന്തം കേട്ടോ, 2 ദിനവൃത്താന്തം. അവൻ ആസയെ എതിരേറ്റ് അവനോട് പറഞ്ഞെന്തെന്നാൽ, പ്രവാചക ശബ്ദമാ, ആസയും എല്ലാ യഹൂദ്യരും
ബെന്യാമീനരും ആയുള്ളോരേ, എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങൾ യഹോവയോട് കൂടെ ഇരിക്കുന്നിടത്തോളം, ശ്രദ്ധിച്ചോ, ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടെയും, കേട്ടോ, വല്ലപ്പോഴും ഇരുന്നാൽ അവൻ കൂടെ ഇരിക്കത്തില്ലെന്നാ. നീ അവനോടുകൂടെ ഇരിക്കുന്നിടത്തോളം, നീ അവനോട് ചേർന്ന് നിൽക്കുന്നിടത്തോളം ദൈവം നിന്നോടും ചേർന്ന് നിൽക്കും. അവിടെ പറയുക, നീ എന്നുപേക്ഷിക്കുമോ? സ്തോത്രം. അന്ന് നിങ്ങളെയും മനസ്സിലാക്കാൻ ഇച്ചിരി പാടും ഇച്ചിരി കട്ടിയുള്ളതുമാ. ദൈവം ഞങ്ങളെ അങ്ങനെ ഉപേക്ഷിക്കുമോ, ദൈവം നിങ്ങളെ തള്ളിക്കളയുമോ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, മനഃപൂർവ്വം ഈ ദൈവ സാന്നിധ്യം വേണ്ടെന്ന് വെച്ച ഒരാൾ പോയാൽ പിന്നെയും സ്ഥിരമായി വസിക്കാൻ താല്പര്യമില്ല, ഞങ്ങൾക്ക് കൂടെ കൂടെ ആവശ്യമുള്ളപ്പം മതി എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു കാര്യം അറിയണം, അത്യാവശ്യ സമയത്ത് നിങ്ങൾ വിളിക്കുമ്പോൾ ദൈവം അവിടെ കാണണമെന്നില്ല. ദൂത് മനസ്സിലായ എത്ര പേരുണ്ട്? സ്ഥിരമായി ഇതൊന്നും ചെയ്യാതെ ആവശ്യ സമയത്ത് നീ ചിലപ്പോൾ വിളിച്ചാലേ അന്നേരം കാണത്തില്ലെന്ന്. ആമേൻ പറയുവോ? സൗകര്യമുള്ളപ്പോൾ നീ വിളിക്കുമ്പോൾ വരാൻ നിൽക്കുന്ന ആളല്ലെന്ന്. നിനക്ക് മാത്രം താല്പര്യമുള്ളപ്പോ ആമേൻ അങ്ങോട്ട് ചെന്നാൽ സ്വീകരിക്കുന്ന സ്ഥലമല്ല. സ്തോത്രം, സ്തോത്രം. വിശ്വാസികൾ വിചാരിക്കുന്നത്, പാസ്റ്റർമാർ ഒരു പക്ഷേ അങ്ങനെയൊക്കെ ആയിരിക്കും, നിങ്ങൾ സ്തോത്രം മേടിച്ച് കൊടുത്താൽ അവരെന്ത് ചെയ്യും? എല്ലാവരും അല്ല, എന്നാലും പറയുക, സ്തോത്രം മേടിച്ച് കൊടുത്താൽ ചിലപ്പോൾ അവരെന്ത് ചെയ്ത് വരും. പക്ഷെ തമ്പുരാനെ പൈസ കൊണ്ട് മയക്കാൻ പറ്റില്ല. പല ആൾക്കാരും വിചാരിക്കുന്ന കുറച്ച് പൈസ കൊടുത്താൽ ദൈവം എന്ത് ചെയ്യും? ബന്ധമൊന്നുമില്ല, ഞങ്ങൾ സ്ഥിരമായി വസിച്ചില്ലെങ്കിലും വേണ്ടതല്ല, ഞങ്ങൾ ഈ സ്തോത്ര കാഴ്ച കൊടുക്കുന്നതിൻ്റെ പേരിൽ അവിടെ എഴുതിയിരിക്കുന്നു വ്യക്തമായി, നിങ്ങൾ യഹോവയോടുകൂടെ ഇരിക്കുന്നിടത്തോളം കാലം, ചേർന്ന് നിൽക്കുന്നിടത്തോളം കാലം, അവനെ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം അവൻ നിങ്ങളെയും മുറുകെ പിടിക്കും, നിങ്ങളുടെ കൂടെ വരും, നിങ്ങളെയും ചേർത്ത് നിർത്തും. പക്ഷേ നിങ്ങൾ അവനെ ഉപേക്ഷിച്ച് കളഞ്ഞാൽ, നിങ്ങൾക്ക് അവനെ വേണ്ടെന്ന് പറഞ്ഞു വന്നാൽ ദൈവം എന്ത് ചെയ്യും? പക്ഷെ ദൈവം ഒറ്റയടിക്ക് കളയുമെന്നൊന്നും ഞാൻ പറയത്തില്ല. ഞാൻ വായിച്ചു മനസ്സിലാക്കിയിടത്തോളം പഠിച്ചിടത്തോളം പിന്നെയും ദൈവം വരും. അല്ലയോ വെച്ചാ? പത്രോസൊക്കെ വേണ്ടെന്ന് പറഞ്ഞു പോയല്ലയോ? പുറകെ പോയി. പക്ഷേ എത്ര പുറകെ പോയാലും ഈ സ്ഥിരമായി വസിക്കാൻ താല്പര്യമില്ലാത്ത ചില ആൾക്കാരുണ്ട്. അവർക്ക് സ്ഥിരമായി ദൈവബന്ധം വേണ്ട. എൻ്റെ കൂടെ ഉണ്ടോ? അവർക്ക് സ്ഥിരമായി ദൈവത്തോട് സംസാരിക്കണ്ട, അവർക്ക് സ്ഥിരമായി ആത്മീയാനുഭവം വേണ്ട, എന്നും ഇരിക്കണ്ട. ഞങ്ങളുടെ ആവശ്യമുള്ളപ്പം മതി എന്ന് പറഞ്ഞാൽ ദൈവം അവസാനം വിളിച്ചു പറയുന്നൊരു അവൻ കാര്യമുണ്ട്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. ഇന്ന് പകൽക്കാലം അവനെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവനെ ഉപേക്ഷിച്ചൊരു ജീവിതമില്ല കേട്ടോ. അവനോട് പ്രാർത്ഥിക്കാൻ ഒരു ദിവസം കിടന്നുറങ്ങാൻ നിനക്ക് പറ്റത്തില്ല, അവനോട് സംസാരിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല, അവനുമായിട്ടുള്ള കൂട്ടായ്മ ഇല്ലാതെ ജീവിക്കാൻ നിനക്ക് പറ്റത്തില്ല. കാരണം അവനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഗൗരവമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആത്മീയ അനുഭവം ദൈവിക കാര്യങ്ങൾക്ക് എന്തോ പുലർത്തണം? സ്ഥിരത പുലർത്തണം. സ്തോത്രം. സ്ഥിരത പുലർത്തിയില്ലെങ്കിൽ ദൈവം നമ്മളെ എന്ത് ചെയ്യും? ഉപേക്ഷിക്കും. എന്ന് വെച്ചാൽ സമയത്ത് കാണില്ല ആള്. ഈ വല്ലപ്പോഴും വിളിക്കുന്നവർ ചിലപ്പോൾ വിളിച്ചാൽ എന്ത് ചെയ്യില്ല? നിങ്ങൾക്ക് ആശയമൊക്കെ പിടികിട്ടിയോ? പക്ഷെ സ്ഥിരമായി അവിടെ ചെല്ലുന്ന ആളാണെങ്കിൽ അവനൊരു വിഷയം ഉണ്ടായാൽ എളുപ്പം ഇറങ്ങി വരുമെന്ന്. അതുകൊണ്ടല്ലേ ദാനിയേൽ വിഷയം വന്നപ്പോൾ പറഞ്ഞതല്ലല്ലോ, സ്ഥിരമായി പ്രാർത്ഥിക്കുന്നതാ. അതുകൊണ്ട് സിംഹത്തിൻ്റെ ഗുഹയൊക്കെ ഒരുക്കിയപ്പോൾ തമ്പുരാൻ പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുന്നേ അവിടെ അയക്കും, സിംഹത്തിൻ്റെ വായ ഞാൻ അടയ്ക്കും, കാരണം നീ എന്നെ സ്ഥിരമായി അന്വേഷിക്കുന്നവനാ. സ്തോത്രം. അതുകൊണ്ട് ആത്മീയ കാര്യത്തിൽ ഈ ഉഴപ്പങ്ങ് നിർത്തണം.
സ്തോത്രം. പ്രാർത്ഥനാ ജീവിതം സ്ഥിരതയുള്ളതാവണം, ആരാധന സ്ഥിരതയുള്ളതാകണം. വചനം സൗകര്യമുള്ളപ്പോൾ വായിക്കാനല്ല, എന്നും ഇത് ധ്യാനിക്കണം. അവൻ എന്നും അവനോട് സംസാരിക്കണം. ഞാൻ ഈ പറഞ്ഞത് വളരെ സീരിയസ് ആയി നിങ്ങൾ എടുക്കണം. സ്തോത്രം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഗലാത്യ സഭയോട് ദൈവത്തിന്റെ ദാസനോട് ദൂത് പറയുന്നുണ്ട്. വായിക്കാം. നിങ്ങൾ നന്നായി ഓടിയിരുന്നു. സത്യം. വായിക്കാം. ഗലാത്യയിലെ സഭയോട് പറയുക, നിങ്ങൾ ഓടിയത് എങ്ങനെയാ? നന്നായിട്ട് ഓടിയതാ. സത്യം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദൂതൊക്കെ കേട്ടപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? നന്നായിട്ടാ ഓടിയതച്ചാ. നല്ല സ്പീഡായിരുന്നു, നല്ല സ്പീഡായിരുന്നു. എന്നാ സ്പീഡാന്നറിയോ? പിടിച്ചാൽ കിട്ടുകയല്ല അല്ലേ? എത്ര ദൂരമാണെങ്കിലും ആരാധന വന്നിരുന്ന ഇതുപോലെ വല്ല ഇരിക്കുവോ? എന്നാ ആരാധനയാ, പ്രാർത്ഥനയാ, എന്തോ സ്നേഹമാ, എന്തോ അല്ലെ സന്തോഷമാ. നന്നായി ഓടി. പക്ഷേ ഓട്ടം ഓടി. ഇപ്പോൾ എന്ത് പറ്റി? ഇപ്പോൾ സത്യമനുസരിക്കാതിരിക്കാൻ നിങ്ങളെ തടുത്തു കളഞ്ഞു. നിങ്ങളൊരു കാര്യം അറിയണം, നന്നായി ഓടുമ്പോൾ, സ്ഥിരതയോട് ഓടുമ്പോൾ ഒരുവൻ ആ സ്ഥിരത തെറ്റിക്കാൻ നോക്കിയിരിപ്പുണ്ട്. സത്യമനുസരിക്കാതിരിക്കാൻ നിങ്ങളെ തടുത്തു കളയാൻ ചിലരുണ്ട് കേട്ടോ. ഇന്ന് പകൽ ഒരു കാര്യം ഞാൻ പറയാം, നല്ലപോലെ ആരാധിച്ച് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് ആത്മാവിൽ ജാഗരിക്കുമ്പോൾ ഇതുവരെ ഇല്ലാത്ത പോരാട്ടം വരുമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇതുവരെ ഇല്ലാത്ത പോരാട്ടം വരുമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാ. ആമേൻ. സ്തോത്രം. ആമേൻ. ഗലാത്യർ നന്നായി ഓടിയതാ. പക്ഷേ പരിച്ഛേദനക്കാർ വന്നു കേട്ടോ. ആമേൻ. യഹൂദയിൽ നിന്ന് പരിച്ഛേദനക്കാർ യെരൂശലേമിൽ നിന്ന് വന്ന് അവരെ കലക്കിക്കളഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ നന്നായി ഓടിക്കൊണ്ടിരുന്ന ചിലരെ, സ്തോത്രം, നന്നായി പ്രാർത്ഥിച്ച ചിലരെ, ആത്മാവ് ദൂത് പറയുക, നന്നായി ആരാധിച്ചിരുന്ന ചിലരെ, നന്നായി സ്തോത്രം പറഞ്ഞിരുന്ന ചിലരെ, ലജ്ജയില്ലാതെ ആമേൻ പറഞ്ഞിരുന്ന ചിലരെ, നന്നായി വചനം വായിച്ചിരുന്ന ചിലരെ, എല്ലാം നന്നായി ചെയ്തിരുന്നവരാ. പക്ഷേ എന്തോ ചിലതൊക്കെ തടുത്തു കളഞ്ഞിരിക്കുന്നു, എന്തോ ചിലതൊക്കെ ഒതുക്കി കളഞ്ഞിരിക്കുന്നു. ഇന്ന് നന്നായി ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ചെയ്യാനേ കഴിയുന്നില്ല. ഓടുവാണോ എഴയുവാണോ? നന്നായി ആരാധിച്ചിരുന്നവരുടെ ആരാധന എവിടെ? നന്നായി പാടിയിരുന്നവരുടെ പാട്ടെവിടെ? നന്നായി പ്രാർത്ഥിച്ചിരുന്നവരുടെ പ്രാർത്ഥന എവിടെ? നന്നായി വചനം വായിച്ചവരോട് ചോദിക്കുക, എവിടെ? തടുത്തു കളഞ്ഞതാ. സ്വത്രം. അല്ലേലും പിശാചിന് ആത്മീയ കാര്യങ്ങൾ നന്നായി ചെയ്യുന്ന ഇഷ്ടമല്ല. നിങ്ങൾ അറിഞ്ഞ് അത് രഹസ്യം അറിയണം. നന്നായിട്ട് ഒന്നും ചെയ്യുന്ന പിശാചിന് ഇഷ്ടമല്ല. പകരം പറയും, ചെയ്തോ, അത്ര പെർഫെക്റ്റായിട്ടൊന്നും എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. സ്തോത്രം. ശുദ്ധീകരണമൊക്കെ കുറച്ചൊക്കെ പ്രാപിച്ചു, പക്ഷെ പൂർണ്ണമായിട്ട് എന്ത് വേണ്ട? കുറച്ചൊക്കെ ഇരിക്കട്ടെന്നേ കയ്യില്. പിടികിട്ടിയോ? നന്നായിട്ട് പ്രാർത്ഥിക്കണ്ട. പ്രാർത്ഥിച്ചോ, ആരാധിച്ചോ, പാടിക്കോ, എന്തും ചെയ്തോ, പക്ഷെ നന്നാവരുത്. നന്നായിട്ട് വേണ്ട. ഇന്ന് പകൽക്കാല സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത് ആമേൻ നന്നായിട്ട് വേണമെന്ന തമ്പുരാന്റെ ആഗ്രഹം. അവന് വല്ലതും കൊടുത്താൽ, അവന് വല്ലതും കൊടുത്താൽ അത് നന്നായിട്ട് ചെയ്യണമെന്ന് അവൻ ആഗ്രഹിക്കുന്നത്. കടിച്ചു കീറിയതിനെ അല്ലേ കണ്ണുപൊട്ടിയതിനെ ഒന്നും അവിടത്തേക്ക് വേണ്ടെന്നേ. ഇന്ന് പകൽ പെർഫെക്റ്റ് ആയ ഒരു ആരാധന. അവൻ നന്നായിട്ടൊരു പാട്ട്, നന്നായൊന്ന് പ്രാർത്ഥിക്കാൻ, നന്നായൊന്ന് സ്തോത്രം ചെയ്യാൻ, നന്നായൊരു സാക്ഷ്യം പറയാൻ, നന്നായിട്ടൊന്ന് ആമേൻ പറയാൻ. അവൻ നിന്നെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ ആത്മാവ് ചെല്ലോട് പറയുകയാ, എവിടെയൊക്കെയോ നിന്നെ തടുത്തു കളഞ്ഞ ചിലതുണ്ട്. ഈ ദിവസങ്ങളിൽ അത് മനസ്സിലാക്കി അതിന്റെ മേൽ ആത്മാവിൽ ജയമെടുക്കണം. എല്ലാവരും ഒന്ന് ആരാധിച്ച് ജയമെടുത്താട്ടെ. ഇന്ന് പകൽക്കാലം നന്നായി ചെയ്യാൻ സമ്മതിക്കാതെ നന്നായി പ്രാർത്ഥിക്കണം, നന്നായി സ്തോത്രം ചെയ്യണം. കാരണം നീ ചെയ്യുന്ന ദൈവത്തിനാ. അവൻ ഇന്ന് ഇന്ന് രാത്രി ആത്മാവ് പറയുകയാ, അവൻ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാ, അവൻ എല്ലാം ചെയ്യും. എല്ലാം ചെയ്യുവച്ചാ, പക്ഷെ എന്തോ അല്ല, നന്നായിട്ടല്ല, നന്നാക്കാൻ സമ്മതിക്കുകയല്ല. എന്തേലുമൊക്കെ കുഴപ്പം വരും.
ആമേൻ. അങ്ങനെ ഉണ്ടോ? നല്ലപോലെ പഠിച്ചിട്ട് പോയതാ പരീക്ഷ എഴുതാൻ, നന്നായിട്ട് എഴുതണമെന്ന് ആഗ്രഹിച്ചതാ. പക്ഷെ എന്ത് ചെയ്തു? നല്ലപോലെ പഠിച്ചതുവാ, പക്ഷേ കുഴപ്പം പറ്റി, നന്നായി പറ്റിയില്ല. എന്തോ ഒരു തടസ്സം എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. അതാ ഈ ശത്രു, ഇതാ ഈ തടസ്സം. ദൈവത്തിന് നന്നായി ചെയ്യാത്തത് ഇഷ്ടമുണ്ടോ? ഉണ്ടോ? നമ്മളാണെ പറയും പോട്ടെ കൊച്ചു നല്ലതല്ലേ, പാവം ചെയ്തില്ലേ, അത്രയൊക്കെ പറഞ്ഞില്ലേ. നോ. ദൈവത്തിന് ഇഷ്ടം നന്നായി ചെയ്യണം. നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് സൽഗുണപൂർണനാകയാൽ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. ആമേൻ. ആരാധിക്കുമ്പോ അകൃത്യം അകത്ത് വെച്ച് ആരാധിക്കരുത്, പാപം വെച്ചോണ്ട് ഇതിനകത്ത് വന്നിരിക്കരുത്. ആമേൻ. തിന്മ വെച്ചോണ്ടിരിക്കാൻ ദൈവത്തിന് ഇഷ്ടമല്ല. ആരാധനയ്ക്ക് വന്ന, സ്തോത്രം ചെയ്ത, കൂട്ടായ്മയ്ക്കകത്ത് വന്നിരുന്നാൽ ശുദ്ധ ഹൃദയത്തോടെ ഇരിക്കണം, പരമാർത്ഥ മനസ്സോടെ ഇരിക്കണം. അകത്തോരശുദ്ധിക്ക് സ്ഥാനമില്ല. അകത്ത് അശുദ്ധി കയറിയാൽ, പാപം വന്നാൽ അത് നന്നായിട്ടല്ലാത്ത ഒന്നും എന്റെ ദൈവം സ്വീകരിക്കത്തില്ല. ആത്മാവ് ഇടപെടുക. ഒന്ന് പ്രാർത്ഥിക്കുമോ? കർത്താവേ, ഞാൻ എന്തൊക്കെ ചെയ്താൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പം വരികയാ, എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരികയാ, ഇന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാ. അവൻ എന്റെ ആത്മജീവിതത്തിനെതിരെ, എന്റെ ആത്മീയ അനുഭവങ്ങൾക്കെതിരെ അവൻ വ്യാപരിക്കുന്ന എല്ലാ പോരിന്റെ ആയുധങ്ങളും അഴിഞ്ഞു മാറട്ടെ. എല്ലാവരും ആത്മാവിൽ ആരാധിച്ചാൽ ഇന്ന് പകൽക്കാല യേശുവിന്റെ അധികാരമുള്ള കാമത്തിന് യേശുവിന്റെ അധികാരമുള്ള നാമത്തില് അവൻ ആളുകളെ നന്നായി ചെയ്യുവാൻ കഴിയാതെ, നന്നായി പാടാൻ കഴിയാതെ, നന്നായി പ്രാർത്ഥിക്കാൻ കഴിയാതെ, നന്നായി സ്തുതിക്കാൻ കഴിയാതെ, നന്നായി ജാഗരിക്കാൻ കഴിയാതെ, എവിടെയൊക്കെ ചില തടസ്സങ്ങള്, എവിടെയൊക്കെ ചില പ്രതികൂലങ്ങള്, ഇന്ന് രാത്രി ആത്മാവിൽ ആ മണ്ഡലത്തെ ഞങ്ങൾ അയക്കുകയാണ്. അധികാരമുള്ള യേശുവിന്റെ നാമത്തില് ഒന്നും നന്നായി ചെയ്യാൻ അനുവദിക്കാതെ, ഒരു കാര്യം ഒന്ന് പെർഫെക്ഷനിലാക്കാൻ പറ്റാതെ, എവിടെയൊക്കെ ചില പാളിച്ചകള്, എവിടെയൊക്കെ ചില പാകപ്പിഴകൾ വരുത്തി, ചില പ്രതിസന്ധികൾ വരുത്തി നിരാശപ്പെടുത്തുന്ന എല്ലാ പ്രതികൂലങ്ങളും ഇന്ന് അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശുദ്ധീകരണത്തിന്റെ മേഖലയില് എവിടെയൊക്കെയുള്ള തടസ്സങ്ങള് യേശുവിന്റെ നാമത്തില് ആ കെട്ട് ഈ രാത്രി അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. നോക്കണേ, സ്തോത്രം. നന്നായി ഓടിയിരുന്നു, സത്യം അല്ലേ? അവിടെ നന്നായി ഓടിയതാ. സത്യം അനുസരിക്കാതെ വണ്ണം വരെ തടഞ്ഞത് ആരെന്ന് ചോദിക്കുക. ഏറ്റവും നന്നായി ഓടിയതാ. അപ്പൊ നമ്മളെയൊക്കെ ഈ നന്നായി ചെയ്യാൻ സമ്മതിക്കാത്തൊരു ശക്തിയുണ്ട്. സ്തോത്രം ഇല്ലയോ? അവസാനം എങ്ങനെയൊക്കെ ഉഴപ്പി തല്ലി അങ്ങ് നല്ലപോലെ തുടങ്ങുമോ? നല്ലപോലെ തുടങ്ങുവച്ചാ, പക്ഷെ അവസാനം വരുമ്പോൾ എന്തായി? സ്തോത്രം. വലിയ പ്രതീക്ഷയോടാ പലതും ചെയ്യുന്നത്, അല്ലേ കുഞ്ഞെ? പക്ഷെ അവസാനം വരുമ്പോ അതിനകത്തൊരു പെർഫെക്ഷൻ ഇല്ലാതെ, അല്ലെ അതൊരു പരാജയത്തിൽ കലാശിക്കുന്നത് പോലെ ഇന്ന് ആത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിന്റെ ശുശ്രൂഷയില്, നിന്റെ ഭാവിയോടുള്ള ബന്ധത്തിലൊക്കെ അങ്ങനെ വ്യാപരിക്കുന്ന ഒരു വ്യാപാര ശക്തിയുണ്ട്. ഒന്നിനെ ഒരു പൂർണ്ണതയിലെത്തിക്കാതെ പലതും ആഗ്രഹിച്ചു, പലതിനും ചിന്തിച്ചു, പക്ഷേ ചെന്നെത്തുമ്പോ അവസാന പൂർണ്ണതയില്ലാത്തതുപോലെ നീ ആത്മാവിൽ ആ ശക്തികളെ ജയിക്കണ. കാരണം എന്റെ കർത്താവ് തുടങ്ങി വെച്ച ഒരു കാര്യവും പൂർത്തിയാകാതിരുന്നിട്ടില്ല. നിന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം തികയ്ക്കുന്ന ദൈവം നിന്റെ കൂടെ ഉണ്ട്. ഇന്ന് വിശ്വസിക്കുക. ജീവിതത്തെ ഒരു പരാജയമാക്കി മാറ്റാൻ ശത്രു പദ്ധതിയിടുമ്പോ ഇല്ല, പൂർത്തീകരിക്കുന്നവൻ എന്റെ കൂടെ ഉണ്ട്.
തിരാജകനഘടക അർച്ചരവര വൈഡമാനക. ഇന്ന് പകൽ പലരോടും ആത്മാവിൽ എനിക്ക് ചില ദൂതുകൾ പറയണമെന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ സമയമെടുക്കുന്നില്ല. എല്ലാവരോടും പറഞ്ഞതായി ഞാൻ ഇവിടുന്ന് കാണുമ്പോൾ പലരും വിവേചിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ആമൻ വാ തുറന്ന് പ്രാർത്ഥിക്കാനോ ഒന്ന് പാടാൻ പോലും പറ്റാതെ ആമൻ ഇവിടെ ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഇരിപ്പുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് ആത്മതലത്തിൽ എവിടെയൊക്കെയോ തകർക്കപ്പെട്ട നിലയിൽ ആത്മതലത്തിൽ എവിടെയൊക്കെയോ ആമൻ അല്ലേ ആമൻ ഒരു കെട്ട് വീണ് കിടക്കുന്നത് പോലെ ഒന്ന് മുന്നേറുവാൻ കഴിയാതെ ഒന്ന് മുന്നോട്ട് പോകാൻ കഴിയാതെ ആമൻ സ്വത്രം ശത്രുവായിരിക്കുന്നവൻ ആമൻ പലതരത്തിൽ പ്രവർത്തിച്ച് ആമൻ ഒതുക്കി വെച്ച മണ്ഡലങ്ങളുണ്ട്. ഇന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാ. അവൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവൻ ആത്മാവിനെതിരെ ജയിച്ച് ആത്മാവിനെതിരെ ഉടച്ച് ഈ ദിവസങ്ങളിൽ പുറത്തു വരുക. അവൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഏൽപ്പിച്ചു തന്നാൽ ദൈവം നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തോ. നീ ഒരു പരാജയമായി തീരാനല്ല ആത്മാവ് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവൻ തുടങ്ങി വെച്ചത് അന്ത്യം വരെയും അങ്ങ് ചെന്നെത്തുന്നത് വരെയും അവൻ നീതിയോടെ ജീവിക്കാൻ വേണ്ടിയാ. ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവായ ശൗലിനെ നമുക്കറിയാം. എന്ത് മനോഹരമായ തുടക്കമായിരുന്നു. ഓ, എത്ര വലിയ മനുഷ്യൻ. ഇസ്രായേൽ മക്കളിൽ അവനെ എല്ലാവരെക്കാൾ തോളത്തിന് മുകളിൽ പൊക്കമുള്ള വലിയ മനുഷ്യൻ, എല്ലാം കൊണ്ട് പരമയോഗ്യൻ. പക്ഷേ തുടക്കമൊക്കെ നന്നായിരുന്നു. പക്ഷേ ശൗൽ അവൻ്റെ വിശ്വാസ ജീവിതത്തിൽ സ്ഥിരത പുലർത്തിയില്ല. അവൻ്റെ ആത്മതലത്തിൽ അവന് സ്ഥിരതയില്ലായിരുന്നു. ചഞ്ചലചിത്തനായിരുന്നു, മാറിപ്പോകുന്നവനായിരുന്നു, ഒന്നിലും ഉറപ്പില്ല കേട്ടോ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവനൊരു ദുരന്ത കഥാപാത്രമായി മാറി. ഇന്ന് പകൽ തുടങ്ങി വെക്കുന്നതിനകത്ത് കാര്യമില്ല, നിലനിർത്തണം. ആത്മാവ് പറയുക, സ്തോത്ര തുടർച്ചയായിട്ടൊന്ന് അല്ലെ പ്രാർത്ഥനയ്ക്കൊന്ന് കയറിയാൽ അവിടെ ഇരിക്കുമ്പോൾ നിനക്ക് മനസ്സിലാകും സ്ഥിരതയുടെ അനുഗ്രഹം. സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ഒരു കാര്യം പറയാം. നിങ്ങൾ സ്ഥിരമായിട്ട് ഇന്ന് ഞാൻ ഈ പറഞ്ഞ വചനം കേട്ട് സ്ഥിരമായി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാനും വചനം ധ്യാനിക്കാനും സ്ഥിരം സമയം കയറിയാൽ നിങ്ങളുടെ ആത്മജീവിതത്തിന് വലിയ വെളിച്ചമുണ്ടാകും. നിങ്ങൾ ആത്മാവിൽ നിങ്ങൾ കയറാൻ തുടങ്ങാം. ആത്മാവിൽ നിങ്ങൾ ജയിക്കാൻ തുടങ്ങാം. ആത്മാവിൽ നിങ്ങൾ വളരാൻ തുടങ്ങാം. അവൻ ആത്മാവ് നിങ്ങളെ ജയിപ്പിക്കുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് അവൻ അവസാനിപ്പിക്കാനല്ല, അവൻ സ്വതം തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തന. ഈ ദേശത്ത് നിങ്ങളുടെ കുടുംബത്തെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിങ്ങളെ കൈവിടുന്ന ദൈവമല്ല. നിങ്ങളുടെ തലമുറകളെ കൈവിടുന്ന ദൈവമല്ല. നിങ്ങളെ കൈവിടുന്ന ദൈവമല്ല. അവൻ നിങ്ങളെക്കുറിച്ച് ഒരുക്കിയിരിക്കുന്ന പദ്ധതികളിലേക്ക്, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ കാര്യപരിപാടിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവം പറയുക, മകനെ മകളെ, നീ എന്ന് സ്ഥിരത പുലർത്തുമോ? നീ ഒന്ന് സ്ഥിരത പുലർത്തുമോ? ആത്മീയ കാര്യത്തിൽ നിനക്കൊരു സ്ഥിരത ഉണ്ടായാൽ ഞാൻ നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുക. ഞാൻ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുക. ഞാൻ നിന്റെ തലമുറയുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുക. ഇന്ന് രാത്രി സ്ഥിരത നശിപ്പിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ തിരിച്ചറിഞ്ഞ്, സ്ഥിരത നശിപ്പിക്കുന്ന സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞ്, സ്ഥിരതയെ നഷ്ടപ്പെടുത്തുന്ന ജഡത്തിന്റെ പോരാട്ടങ്ങളെ തിരിച്ചറിഞ്ഞ് ആത്മാവിൽ ജയിക്കാമെങ്കിൽ ജീസസ് നിന്റെ ജീവിതം വലിയ ജയമായി മാറും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അതിന് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നമ്മുടെ കണ്ണുകളെ ദൈവം മുമ്പാകെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം.